നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെറാൽജിയ പരസ്തെറ്റിക്ക എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. തുടയുടെ സൈഡ് വശത്ത് എന്നുവെച്ചാൽ പുറത്ത് ആ ഭാഗത്ത് പുകച്ചിൽ അല്ലെങ്കിൽ പെരുപ്പുണ്ടാവുക. ചിലർക്ക് മരവിപ്പായിരിക്കാം. ചില ആളുകൾക്ക് ഉടുപ്പ് വന്ന് തട്ടുമ്പോൾ പൊള്ളൽ പോലെ തോന്നുന്നു, ഈ പാൻസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ കലശലായ വേദനയുമായിട്ടായിരിക്കും വരിക. മുട്ടിൻ്റെ താഴേക്ക് വേദനയുമില്ല, മരവിപ്പുമില്ല, പുകച്ചിലുമില്ല. ഈ രോഗത്തിനെയാണ് മെറാൽജിയ പരസ്തെറ്റിക്ക എന്ന് പറയുന്നത്. മെറാൽജിയ പരസ്തെറ്റിക്ക ഉണ്ടാകുമ്പോൾ പുകച്ചിലുണ്ടാകുന്ന ഭാഗം ഈ പടത്തിൽ കാണുന്ന ആ ഭാഗത്താണ്. എന്താണ് ഇതിൻ്റെ കാരണം? തൊടയുടെ ആ സൈഡ് വശം സെൻസേഷൻ സപ്ലൈ ചെയ്യുന്നത് ലാറ്ററൽ ഫിമറൽ ക്യൂട്ടേനിയസ് നെർവ് എന്ന് പറയുന്ന ഒരു ഞരമ്പാണ്. നട്ടെല്ലിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ താഴേക്ക് വന്ന് നമ്മുടെ ഇടുപ്പ് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഞരമ്പുകൾ കൂടി പിണഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടമായി മാറും. ഇതിനെ ലംബോസേക്രൽ പ്ലെക്സസ് എന്നാണ് പറയുന്നത്. അതിലെ L2, L3 എന്ന് പറയുന്ന നെർവ് റൂട്ടുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഞരമ്പാണ് ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ് നെർവ്. നിങ്ങളിവിടെ ഈ പടത്തിൽ നോക്കിയാൽ L2, L3 എന്ന് പറയുന്ന വെർട്ടിബ്രയുടെ അവിടെ നിന്ന് തുടങ്ങുന്ന ഞരമ്പ് താഴേക്ക് വന്നതിന് ശേഷം ഹിപ്പിൻ്റെ അവിടെ ഇംഗ്വൈനൽ ലിഗമെന്റ് എന്ന് പറയുന്ന ലിഗമെന്റിൻ്റെ താഴെ കൂടെ വന്ന് തുടയുടെ വലതുവശത്ത് ആ സൈഡ് വശത്ത് സപ്ലൈ ചെയ്യുകയാണ് നമുക്ക് കാണാൻ പറ്റും. ഈ ഞരമ്പിന് ഉണ്ടാകുന്ന കംപ്രഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എൻട്രാപ്മെന്റ് ന്യൂറോപ്പതി അല്ലെങ്കിൽ കംപ്രസീവ് ന്യൂറോപ്പതിയാണ് ഈ തുടയുടെ പുകച്ചിലിനുള്ള കാരണം. ആരിലാണ് ഈ മെറാൽജിയ പരസ്തെറ്റിക്ക കൂടുതലായി കാണാറുള്ളത്? ഷുഗർ, തൈറോയിഡ് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവരിൽ മെറാൽജിയ പരസ്തെറ്റിക്ക കൂടുതലായി ഉണ്ടാകും. തടി കൂടുതലുള്ള ആൾക്കാർ, പിന്നെ തടി പെട്ടെന്ന് കൂടുന്ന ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾക്കൊരു 50 കിലോ ആയിരുന്നു, ഒരു മാസം കൊണ്ട് 60 കിലോ ആയി മാറി. ചിലപ്പോഴൊക്കെ സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടുകയും വയറ് വീർക്കുകയും ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അവിടെ ഞരമ്പ് ഹിപ്പിൻ്റെ അവിടെ കംപ്രസ്ഡ് ആകാം. പല സ്ഥലങ്ങളിൽ കംപ്രസ്ഡ് ആകാം എങ്കിലും ഏറ്റവും കോമണായി ഹിപ്പിൻ്റെ അവിടെയുള്ള ഇംഗ്വൈനൽ ലിഗമെന്റ് എന്ന് പറയുന്നതിൻ്റെ താഴെ വെച്ചാണ് ഈ ഞരമ്പ് കംപ്രസ്ഡ് ആവാറുള്ളത്. അപ്പോൾ ഈ ഞരമ്പ് കംപ്രസ്ഡ് ആവുന്നത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ. ഇപ്പം നമ്മൾ തടി കൂടി, പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ വെയിറ്റ് കുറയുമെന്ന് വിചാരിച്ചിരിക്കുക, ഉടുപ്പ് പുതിയത് വാങ്ങിച്ചില്ല, ഇറുകിയ പാൻറ്റും ഇറുകിയ ജീൻസും ഒക്കെ തന്നെ ധരിക്കുന്നു. അപ്പോൾ ഞരമ്പ് അവിടെ കംപ്രസ്ഡ് ആവും. ഒത്തിരി സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും ഒക്കെ അവർ കോൾ സെൻറ്ററിലും ഒക്കെ തുടർച്ചയായി 8-10 മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഹിപ്പിൻ്റെ ആ ഭാഗത്ത് അവർ വയറൊക്കെ ചാടിയിരിക്കുന്നു. കംപ്രഷൻ വരുമ്പോൾ പുകച്ചിലുമിലേക്കൊക്കെ വഴിവെക്കാം. പിന്നെ ദൂരയാത്രയ്ക്ക് വണ്ടി ഓടിക്കുന്നവർ, ട്രക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹൈവേയിൽ കൂടെയൊക്കെ നിർത്താതെ ഓടിക്കുന്നു. ഓടിച്ച് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പുകച്ചിലോടെ ആയിരിക്കും എഴുന്നേക്കുന്നത്. ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നീണ്ട കാലത്തേക്ക് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ഈ ടൂൾ ബെൽറ്റൊക്കെ ഈ ഭാഗത്ത്, ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ജോലിയുടെ ഭാഗമായി, അവർക്കും ഇതുണ്ടാവാം. നട്ടെല്ലിൻ്റെ പുറകിലത്തെ വേദന ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ആ ഞരമ്പ് തുടങ്ങുന്ന L2, L3 എന്നൊക്കെ പറയുന്ന ആ വെർട്ടിബ്രയുടെ അവിടെയുള്ള ഡാമേജുകളോ ഡിസ്കിൻ്റെ ബൾജോ ഒക്കെ ഇതിലേക്ക് വഴിവെക്കാം. പക്ഷേ 99% മെറാൽജിയ പരസ്തെറ്റിക്കയുടെ കാരണം ഹിപ്പിൻ്റെ അവിടെ ഉള്ള നെർവ് കംപ്രഷനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനായി നമ്മൾ സ്കാനൊക്കെ ചെയ്യുക പോലുമില്ല. എന്നാൽ രോഗിക്ക് ഈ പുകച്ചിലിനോടൊപ്പം നടുവേദനയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഞരമ്പിൻ്റെ ഉൽപ്പത്തി ഉള്ള ഭാഗത്തെ പ്രശ്നമല്ല എന്ന് നോക്കാൻ സ്പൈൻ്റെ MRI ഒക്കെ വേണ്ടി വരാറും ഉണ്ട്. മെറാൽജിയ പരസ്തെറ്റിക്ക ആണോ എന്നത് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? പ്രധാനമായും രോഗലക്ഷണം കൊണ്ട് തന്നെ തൊടയുടെ ഒരു വശത്തായി പുറം വശത്തായി പുകച്ചിലോ പെരുപ്പോ ഉണ്ടായാൽ, മുട്ടിൻ്റെ താഴേക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ല എങ്കിൽ, കാലിന് ബലക്കുറവ് ഇല്ല എങ്കിൽ അത് മെറാൽജിയ പരസ്തെറ്റിക്ക തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞ ലാറ്ററൽ ഫിമറൽ ക്യൂട്ടേനിയസ് നെർവ്
ഒരു സെൻസറി നെർവാണ്. എന്ന് വെച്ചാൽ സ്പർശനം മാത്രമേ അത് കൈകാര്യം ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും മെറാൽജിയ പരസ്ഥറ്റിക്ക ഉള്ള ഒരാളിൽ ബലക്കുറവുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് കാലിന് ബലക്കുറവുണ്ട്, കാലിന് പുകച്ചിലുണ്ട്, അത് മെറാൽജിയ ആണ് എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. മെറാൽജിയ പരസ്ഥറ്റിക്കയിൽ പുകച്ചിലും പെരുപ്പും മരവിപ്പും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രോഗലക്ഷണങ്ങൾ അല്ലാതെ നമ്മൾ ഞരമ്പിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. കാലിൻ്റെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഈ ലംബോസേക്രൽ പ്ലെക്സസിനെയും ലാറ്ററൽ ഫിമറൽ ക്യൂട്ടേനിയസ് നെർവിനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പല രോഗികളിലും ഈ ടെസ്റ്റ് ചെയ്താൽ ഞരമ്പിൻ്റെ പ്രവർത്തനം നോർമലായും കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായും രോഗലക്ഷണത്തിനെ തന്നെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരിക. പിന്നെ നമ്മൾ MRI ചെയ്യും. അത് സ്പൈൻ്റെ MRI ആകാം, പെൽവിസ് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ MRI നമ്മൾ ചെയ്യും. അവിടെ കംപ്രഷൻ ഇല്ല അല്ലെങ്കിൽ ഞരമ്പിനെ കംപ്രഷൻ ചെയ്യുന്ന മറ്റ് കാരണങ്ങളില്ല എന്ന് നോക്കാൻ. പിന്നെ 3 ടെസ്ല എന്നൊക്കെ പറയുന്ന പുതിയ മെഷീനുകളിൽ നമുക്ക് MR ന്യൂറോഗ്രാഫി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞരമ്പിൻ്റേതായിട്ടുള്ള MRI. അപ്പോൾ ഈ ഞരമ്പിന് എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ, ഡാമേജ് ഉണ്ടോ, എവിടെയാണ് കംപ്രഷൻ എന്നത് നമുക്കിതിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ടെസ്റ്റുകൾ വഴിയും രോഗലക്ഷണം വഴിയും മെറാൽജിയ പരസ്ഥറ്റിക്ക ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ? പ്രധാനമായും ഈ രോഗലക്ഷണത്തിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങൾ മാറ്റണം. ഇറുകിയ വസ്ത്രം ധരിക്കാതിരിക്കുക, ഒത്തിരി ടൈറ്റായിട്ടുള്ള ജീൻസ് ഒഴിവാക്കുക, അടിവസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റ് ഒത്തിരി ഇറുക്കി കെട്ടാതിരിക്കുക, ഒത്തിരി സമയം അടുപ്പിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ശ്രദ്ധിക്കുക. 8-10 മണിക്കൂർ അടുപ്പിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് നടന്നതിന് ശേഷം വീണ്ടും ഇരുന്ന് ഓടിക്കുക. ഇറുകിയ ടൂൾ ബെൽറ്റുകളൊക്കെ ധരിക്കാതിരിക്കുക, വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം മെറാൽജിയ മാറുന്നതിനും വഷളാകാതിരിക്കുന്നതിനും സഹായിക്കും. ഗർഭിണികളായ സ്ത്രീകളൊക്കെ എപ്പോഴും അവർക്ക് ലൂസായിട്ടുള്ള ടൈറ്റ് ഫിറ്റിംഗ് അല്ലാത്ത ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക. പുകച്ചില്, പെരുപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ന്യൂറോ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ചില മെഡിസിൻസ് നമുക്ക് ഉണ്ട്. പ്രിഗബലിൻ, ഗാബാപെൻറ്റിൻ, അമിട്രിപ്റ്റിലിൻ, നോർട്രിപ്റ്റിലിൻ, ഡുലോക്സെറ്റിൻ ഇങ്ങനെയുള്ള മരുന്നുകളിൽ ചെറിയ ഡോസിൽ തുടങ്ങി രോഗിയുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന രീതിയിൽ ഡോസ് ടൈട്രേറ്റ് ചെയ്താൽ നമുക്ക് കാലിൻ്റെ പുകച്ചിലും പെരുപ്പുമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പുറമെ അപ്ലൈ ചെയ്യുന്ന ഇതേ മരുന്നുകളുടെയൊക്കെ തന്നെ ഗാബാപെൻറ്റിൻ്റെയും പ്രിഗബലിൻ്റെയൊക്കെ ജെല്ലുകൾ വരെ ലഭ്യമാണ്. ഈ മരുന്നുകളുടെ ഒപ്പം ഈ നെർവ് ഡാമേജ് ഉള്ളപ്പോൾ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിനും ഡാമേജിന് കംപ്ലീറ്റ് ആയി പോകാതിരിക്കാൻ മൾട്ടി വൈറ്റമിൻസും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളവരിൽ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടൊക്കെ ഈ നെർവിന് ചുറ്റും നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. ട്രൈയാംസിനലോൺ എന്നൊക്കെ പറയുന്ന ചില സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷനുകൾ അൾട്രാസൗണ്ട് വഴിയായി ഈ ലാറ്ററൽ ഫിമറൽ ക്യൂട്ടേനിയസ് നെർവ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ചുറ്റുമായി കുത്തിവെച്ചാൽ നമുക്ക് ആ ഞരമ്പിനു ചുറ്റുമുള്ള നീർക്കെട്ട് കുറയ്ക്കാനും പുകച്ചിലും വേദനയും കുറയ്ക്കാനും പറ്റും. അത് വളരെ സ്കില്ല് വേണ്ട, എല്ലാവരും ചെയ്യാറില്ലാത്ത ടെക്നിക്കാണ്. അപ്പോൾ അത് കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയും പോസ്ചർ കറക്റ്റ് ചെയ്തും മരുന്നുകളിലൂടെയും ചിലപ്പോഴൊക്കെ ഇഞ്ചക്ഷനിലൂടെയൊക്കെ ഈ മെറാൽജിയ പരസ്ഥറ്റിക്ക എന്ന് പറയുന്നത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പുകച്ചിൽ അനുഭവപ്പെടുവാണെങ്കിൽ അപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ അത് വഷളാകാതെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇത് മാറിപ്പോവുകയും ചെയ്തേക്കാം. നന്ദി.